നമ്മുടെ കിങ്ങിണി ഫാമിൽ ഇന്ന് രാവിലെ ഒരു പശുവിനെ എണീക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട്. അപ്പം ഞങ്ങൾ പിന്നെ ഇങ്ങനെ തന്നെ കിടന്നു പോയാൽ പിന്നെ കാല് മരവിക്കും. കാല് മരവിച്ച് പോയാൽ പിന്നെ എണീക്കാൻ പാടാണ്. അപ്പോൾ കാൽസ്യം കൊടുത്തു. കാൽസ്യം കൊടുത്തപ്പോൾ എണീറ്റിട്ട് വീണുപോയി. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത്, അപ്പുറത്തെ സൊസൈറ്റിയിൽ, ഞങ്ങളുടെ വീടിനടുത്തുള്ള വേറൊരു സൊസൈറ്റിയിൽ പിന്നെ മെഷീനുണ്ട്. അപ്പം മെഷീനെ കൊണ്ടുവന്നു. അപ്പം ഇതിങ്ങനെ മെഷീനിൽ ഒരു ദിവസമോ 2 ദിവസം നിർത്തിക്കഴിഞ്ഞാൽ പശുവിന് കാലിനൊരു ആരോഗ്യവും കിട്ടും. പിന്നെ നോർമലായിട്ട് പശു കാലൂന്നി എണീക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ മെഷീൻ എടുത്തുകൊണ്ട് വന്നത്. ഇനി മെഷീനിൽ കയറ്റിയാണ് കേട്ടോ. മെഷീൻ കയറ്റി ഇതിനെ 1-2 ദിവസം നിർത്തിയിരുന്നിട്ട് നമുക്ക് ഇതിനെ മെഷീനെ അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ആ പശു പൂർണ്ണമായിട്ട് അതിനുള്ള ഒരു നോർമൽ സ്റ്റേജിലേക്ക് വരും. ഒരേ കിടപ്പിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് പശുവിന്. ഞങ്ങൾക്കിവിടെ മുമ്പ് ഇതുപോലെ മെഷീൻ ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങൾക്ക് പിന്നെ ഇതുപോലെ വീണ പശുക്കളെ പൊക്കി നിർത്താനൊക്കെ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. പിന്നെ അവർ കിടന്നു കഴിഞ്ഞാൽ എണീക്കാൻ പാടാണ്, മരവിച്ച് പോവും, കാലൊക്കെ കയറി മരവിച്ച് പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പം സ്വന്തമായിട്ട് പിന്നെ ഒരു 10-15 പശുക്കളിൽ കൂടുതലുള്ളവർ സ്വന്തമായിട്ട് ഇതുപോലൊരു മെഷീൻ ചെയ്ത് തന്നെ വയ്ക്കണം. ചെയ്ത് കഴിവതും ചെയ്യണം. അതാണ് നല്ലത്, ചെയ്ത് വയ്ക്കണം. ഞങ്ങളും ചെയ്യണമെന്നുള്ള ഞങ്ങൾക്കുണ്ട് ആഗ്രഹമുണ്ട്. ചെയ്യണം. ഒരു 30,000 രൂപയാകും. 20-30 എന്നാ പറഞ്ഞത്. ചെയ്യുമ്പോൾ അറിയാം കേട്ടോ. ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ വീഴുമ്പോൾ ഉടനെ തന്നെ ഏതെങ്കിലും ഒരു പശുവിന് എന്തെങ്കിലും കാലിന് മുടന്തലോ പിന്നെ വേദനയോ ഇതുപോലെ കാൽസ്യം കുറഞ്ഞ് വീഴുകയോ എന്തെങ്കിലും ചെയ്യുന്ന പശുക്കളെ നമുക്ക് ഇതുപോലെ ഇതിൽ കെട്ടി നമുക്ക് വിടാം. സ്വന്തം ഇതാവുമ്പോൾ, സ്വന്തം വകയാകുമ്പോൾ നമുക്ക് നോക്കണ്ടല്ലോ, നമുക്ക് ഉടനെ തന്നെ ചെയ്യാമല്ലോ. അപ്പം മറ്റവരുടേതാവുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടോ എന്ന് നോക്കണം, പിന്നെ പോയി എടുത്തിട്ട് വരണം, പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് കഴിവതും ഇതുപോലെയുള്ള ഒരു മെഷീൻ ഫാമുകളിൽ ഒരു 10-15 പശുവൊക്കെ ഉള്ളവരുടെ ചെയ്ത് വയ്ക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇതിപ്പം കണ്ടില്ലേ, ഇതിങ്ങനെ തൂക്കി മെഷീൻ്റെ ഒരു ഇതാണ്, സ്പ്രിങ് ആണ് കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ ഇരിപ്പുണ്ട്. അത് വെച്ച് കറക്കുകയാണ്. ഈ ട്രെയിനിലൊക്കെ ഇങ്ങനെ കറക്കുന്നുണ്ട്. ട്രെയിൻ വരുമ്പോൾ ട്രെയിൻ പാളത്തിൻ്റെ അടുത്ത് കറക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ഇത്. അങ്ങനെ അത് പൊങ്ങുകയാണ്. മെഷീൻ വെച്ച് കറക്കുമ്പോൾ അത് കുറേശ്ശെ മുകളിലോട്ട് വരെയാണ് ആ പശു. കണ്ടില്ലേ? ഇനി പൂർണ്ണമായിട്ടും ഇത് നല്ല നിലയിലാവും, പൊങ്ങി വരും. ഇത് വേറെ ഒരു അസുഖമില്ല. ഇത് ഇപ്പം 8-9 പേരായതാണ് ഇവിടെ. അതാ കുറച്ചൊരു ബുദ്ധിമുട്ട്. ഞാൻ പറയാറില്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പശുക്കളെ ഞങ്ങൾ ഒരിക്കലും കൊടുക്കാറില്ല. എല്ലാവരും പറയുന്നതാ, നിങ്ങൾ പശുവിനെ മാറ്റണം, ഒരു 4-5 പേരൊക്കെ പശുക്കളെ മാറ്റണം എന്ന്. പക്ഷേ ഞങ്ങൾക്കത് അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. എന്ന് വെച്ചാൽ നമുക്ക് പാല് കിട്ടും, നമ്മുടെ വീട്ടിൽ സെറ്റായ പശുക്കൾ, അങ്ങനെയുള്ള ഒരിതിലാണ് ഞങ്ങളങ്ങനെ അവരെ വിൽക്കാത്തത്. അപ്പം പിന്നെ ലാസ്റ്റ് ഞങ്ങൾക്ക് പണി കിട്ടും ഇതുപോലെ തന്നെ. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ തന്നെ എല്ലാ പശുക്കളെയും ഒന്ന് മാറ്റണമെന്നാണ് ആഗ്രഹം, പഴയ പശുക്കളെയൊക്കെ. കുറച്ച് പഴയ പശുക്കളെ കൊടുത്തിട്ട് പുതിയതിനെ നല്ല പശുക്കളെ വാങ്ങിക്കണം ഇനി. അപ്പോൾ ഇത് പൊങ്ങി വരുന്നുണ്ടോ? ഇത് ഇപ്പം ഇന്ന് രാവിലെ കിടന്നതാണേ. അതുകൊണ്ടാണ് ഇതിൻ്റെ കാലൊരു ചെറിയൊരു പിന്നെ മരവിച്ചിട്ടുണ്ട് ഇതിനിങ്ങനെ. ഇത് നല്ല സ്റ്റഡിയായിട്ട് നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ നല്ല സ്റ്റഡിയായിട്ട് നിർത്തും. കണ്ടില്ലേ? നന്നായിട്ട് കറക്കി പശു പൊങ്ങി വരുന്ന കണ്ടോ? അവൻ കറക്കും തോറും പശു പൊങ്ങി വരികയാണ് നല്ല രീതിയിൽ. കുറച്ച് കഴിയുമ്പോൾ കാല് നല്ല രീതിയിൽ ഊന്നി നിൽക്കും പശു. ഇത് നല്ലതായിട്ട് നന്നായിട്ട് അതിനെ പേടിച്ചിട്ടാണ് കാല് ഊന്നാത്തത്. അങ്ങനെ
നന്നായിട്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ ഫുള്ളായിട്ടാവുമ്പോൾ കാല് നന്നായിട്ട് ഊന്നും. ഇവിടെ എനിക്ക് തോന്നുന്നു എന്തോ ഒരു ബെൽറ്റ് കയറി ചുരുങ്ങിയിട്ടുണ്ട്, അതാണ് ആ കാലങ്ങനെ വെച്ചിരിക്കുന്നത്. അതാണ് അങ്ങനെ ആ ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. ഇനി അതിൻ്റെ ആ ഭാഗം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അത് നോർമലായിക്കോളും. അപ്പോൾ കണ്ടില്ലേ, കഴിവതും മെഷീൻ വലിയ പൈസ ആകത്തില്ല, ഒരു 20,000 30,000 രൂപയേ ആവുള്ളൂ. കഴിവതും എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. അപ്പം പൂർണ്ണമായിട്ട് പശുവിനെ നോർമൽ രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും നമുക്ക്. കണ്ടില്ലേ, ഞങ്ങൾ നോർമലാക്കി നോർമൽ സ്റ്റേജിൽ നിൽക്കുവാണ് കണ്ടോ, നന്നായിട്ട്. ഇപ്പം അവർക്ക് ഇനി എന്ത് വേണം, പുല്ല് കഴിക്കുന്നുണ്ട്, പശു പുല്ല് കഴിക്കുന്നുണ്ട്, തീറ്റ. ഇനി നമുക്ക് നാളെ ഞാൻ ഇതിനെ കാണിക്കാം കേട്ടോ, പൂർണ്ണമായിട്ട് ഇതിനെ അങ്ങ് മാറ്റിയത്. അങ്ങനെ ഞാൻ പൂർണ്ണസ്ഥിതിയിലേക്ക് കൊണ്ടുവന്നു. നല്ലതായിട്ട് കാലൊക്കെ ഊന്നുന്നുണ്ട്, നന്നായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ കഴിവതും എല്ലാവരും 10-15 പശുവുള്ളവർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കേ.